ഫസ്റ്റ് നമ്മുടെ കണ്ണിൽ ആദ്യം കാണുന്നത് ഫുള്ള് മഞ്ഞാണ്. മഞ്ഞ് മാത്രമേ ഉള്ളൂ, മരങ്ങളൊന്നുമില്ല. ഈ സ്ഥലം റൂൾ ചെയ്യുന്നത് നേച്ചറാണ്. അവിടെ മനുഷ്യർക്കല്ല സ്ഥാനം, മനുഷ്യർ അതിഥികളാണ് അവിടെ. പോളാർ ബെയർ ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. അതിനൊരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് പില്ലേഴ്സിലാണ് ഈ വീട് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഈ മനുഷ്യർ ഈ പോളാർ ബെയറിനെ എൻകൗണ്ടർ ചെയ്തേക്കാം. അപ്പൊ അവിടെ മനുഷ്യന് മാത്രമേ പ്രിക്കോഷൻ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാരണം കൊണ്ട് തന്നെ പോളാർ ബെയറിനെ ഒരാൾ അവിടെ അതിനെ വെടിവെച്ചിടുകയാണ് ചെയ്തത്. നമുക്കവിടെ ജനിക്കാനുള്ള അവകാശം ഇല്ല എന്ന് പറയാം. മരണത്തിനും പരിമിതികളുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു സ്ഥലം ഒരു ആർട്ടിക് റീജിയൻ ആണ്. നമസ്കാരം, എൻ്റെ പേര് ഗ്രീഷ്മ ഗീതാലക്ഷ്മി. ട്രിവാൻഡ്രത്താണ് വീട്. ഞാനും ഹസ്ബൻഡും ഇപ്പോൾ ജർമ്മനിയിലാണ് താമസിക്കുന്നത്. IT പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നു. മാർച്ച് 2024 സ്വാൽബാർഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്ക് ഞാൻ നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ യാത്ര 2018 നവംബറിൽ. ഞാൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ, നാട്ടിൽ IT കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഓൺസൈറ്റ് ഡെപ്യൂട്ടേഷനിൽ പോയതാണ്. അന്ന് ആ 2018 തൊട്ട് ഞാൻ ഇന്ന് ജർമ്മനിയിൽ താമസിക്കുന്ന ഇതുവരെ എൻ്റെ ഒരു ഫേവറേറ്റ് ടൈം ഓഫ് വെക്കേഷൻ ഞാൻ പ്ലാൻ ചെയ്യുക വിൻ്ററിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത സീസൺസ്, സ്പ്രിങ്ങും ഓട്ടവും വിൻ്ററും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ അവിടെ നിന്നാണ്. എൻ്റെ കൊളീഗ്സും നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സും ഒക്കെ സമ്മർ ഹോളിഡേയ്സ് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും വിൻ്റർ ഹോളിഡേയ്സ് ആണ് ചൂസ് ചെയ്യുക. കാരണം നാട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ ചൂടുള്ളത് കൊണ്ട് അവിടെയും എനിക്ക് സമ്മർ ഹോളിഡേയ്സ് പ്ലാൻ ചെയ്യാൻ താല്പര്യപ്പെടാറില്ല. അപ്പോൾ അവിടുന്ന് ഓട്ടം തുടങ്ങി മാർച്ച് വരെയുള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫേവറേറ്റ് ടൈം ഓഫ് വെക്കേഷനാണ്. അതിൽ കൂടുതലും ഞാൻ എൻ്റെ വെക്കേഷൻ പ്ലാൻ ചെയ്യുക 1 ഡിസംബറും 2 മാർച്ചും ആയിരിക്കും. അപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി വിൻ്റർ സീസൺ കഴിഞ്ഞിട്ട് മാർച്ച് ആകുമ്പം ഐസൊക്കെ നല്ല ഫ്രീസായി നമുക്ക് ഐസ് ബ്രേക്കർ ക്രൂയിസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ടൈമാണ്. പിന്നെ അത്യാവശ്യം ഡേ ലൈറ്റും ഉണ്ടാവും. വിൻ്റർ കഴിഞ്ഞ് ഡേ ലൈറ്റ് കൂടുതലുള്ള ഒരു ടൈമാണ്. അതുകൊണ്ടാണ് ഞാൻ മാർച്ച് ചൂസ് ചെയ്യുക. അങ്ങനെ 2024 മാർച്ചിൽ ഞാൻ എൻ്റെ വെക്കേഷൻ ഓൾറെഡി പ്ലാൻ ചെയ്തു. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെ പോകണം എന്നുള്ളത് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് വിൻ്റർ ഡെസ്റ്റിനേഷനാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ വിൻ്റർ ഡെസ്റ്റിനേഷൻസ് ഞാനിങ്ങനെ സെർച്ച് ചെയ്യാണ് എവിടെ പോകണം. എനിക്ക് പല ഓപ്ഷൻസ് കിട്ടുന്നു. അലാസ്ക, യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, അങ്ങനെ പല ഓപ്ഷൻസ് എനിക്ക് മുന്നിൽ വരുന്നു. അങ്ങനെ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഞാനൊരു BBC ഡോക്യുമെൻ്ററി കണ്ടതാണ്, സ്വാൽബാർഡ് എന്ന് പറയുന്ന ഒരു പ്ലേസ്. അപ്പോൾ ആ പ്ലേസ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതൊരു 10 minutes യൂട്യൂബിൽ ഞാൻ കണ്ട ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ സ്വാൽബാർഡ് എന്ന് പറയുന്ന പ്ലേസ് ഞാൻ ഓൾറെഡി ഫൈനലൈസ് ചെയ്തു. എൻ്റെ വെക്കേഷനും ഓൾറെഡി ഞാൻ ഓഫീസിലൊക്കെ പറഞ്ഞ് അതും സെറ്റായി. അത് കഴിഞ്ഞ് എൻ്റെ പ്രിപ്പറേഷൻ, ഇനി എനിക്ക് 3 ടാസ്ക്കാണ് മെയിനായിട്ടുള്ളത് എൻ്റെ പ്രിപ്പറേഷനിൽ വരുന്നത്. സ്റ്റേ ബുക്ക് ചെയ്യണം, ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യണം, എനിക്ക് അവിടെ സ്വാൽബാർഡിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതിനനുസരിച്ച് ടൂർ പ്ലാൻ ചെയ്യണം, ടൂർസ് ബുക്ക് ചെയ്യണം. അപ്പം ഞാൻ കുറച്ച് ടൂർ കമ്പനീസിനെ അപ്രോച്ച് ചെയ്യുന്നു. ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കുമ്പം പല ടൂർ കമ്പനീസിലും എനിക്ക് വേണ്ട ടൂറിനനുസരിച്ച്, എനിക്ക് വേണ്ട എക്സ്പീരിയൻസിനനുസരിച്ചൊരു പാക്കേജ് ഇല്ല. അങ്ങനെ ഞാൻ അവരെ ഡയറക്റ്റ് ഇമെയിൽ ചെയ്ത് അപ്രോച്ച് ചെയ്ത് ഒരു ടൂർ കമ്പനി എനിക്ക് വേണ്ട ട്രിപ്പിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരികയാണ് ചെയ്തത്. അപ്പോൾ ഈ സ്ഥലത്തെ പറ്റി ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം റൂൾ ചെയ്യുന്നത് നേച്ചറാണ്. അവിടെ മനുഷ്യർക്കല്ല സ്ഥാനം, മനുഷ്യർ അതിഥികളാണ് അവിടെ. ഇവിടെയുള്ള ആർട്ടിക് വൈൽഡ് ലൈഫ്, അതൊരു ആർട്ടിക് എൻവയോൺമെൻ്റ് ആണ്. ആർട്ടിക് ഓഷ്യനിലുള്ള ഒരു ആർട്ടിക് ആർക്കിപ്പലാഗോ ആണ്. അത് ആർക്കിപ്പലാഗോ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. മെയിൻലാൻഡ് നോർവേക്കും നോർത്ത് പോളിനും അടുത്ത് കിടക്കുന്ന ഒരു ആർക്കിപ്പലാഗോ, ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, അതാണ് സ്വാൽബാർഡ്. പിന്നെ ചില ഫാക്ട്സ് എന്ന് വെച്ചാൽ നമുക്കവിടെ ജനിക്കാനുള്ള അവകാശം ഇല്ല എന്ന് പറയാം. അതായത് അവിടെ ഒരു മെറ്റേണിറ്റി വേർഡ് ഇല്ല. അവിടെ നമ്മൾ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കണമെങ്കിൽ നമ്മളത് മെയിൻലാൻഡ് നോർവേയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിരിക്കണം ആ ഒരു ടൈം ആകുമ്പോൾ. മരണത്തിനും പരിമിതികളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലം ഒരു ആർട്ടിക് റീജിയൻ ആണ്. ആ ഒരു സ്ഥലം മുഴുവൻ പെർമാഫ്രോസ്റ്റ് ആണ്. പെർമാഫ്രോസ്റ്റ് എന്ന് വെച്ചാൽ പെർമനൻ്റ്ലി ഫ്രോസൺ ഗ്രൗണ്ട്. അതൊരു സോയിലാവാം, റോക്ക് ആവാം, അത് ഫുൾ ഒരു ബിലോ 0 degree Celsius. അപ്പോൾ അവിടെ ബറി ചെയ്താലും അതൊരിക്കലും ഡീകമ്പോസ് ആവില്ല.
ഈ പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ അത് നേച്ചറിന് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അത് അവർ ബാൻ ചെയ്യാല്ല. അവിടെ മാക്സിമം എൽഡർലി ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഇൽനെസ് ഉണ്ടെങ്കിൽ മെയിൻലാൻഡ് നോർവേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ റൂള്. പിന്നെ ക്യാറ്റ്സിനെ കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിരിക്കുന്ന ഒരു സിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ആർട്ടിക് ബേർഡ് പോപ്പുലേഷൻ എൻഡേഞ്ചേർഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ക്യാറ്റ്സിനെ ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്വാൽബാർഡിനകത്ത് ഉള്ളൊരു ലാർജസ്റ്റ് ഐലൻഡാണ് സ്പിറ്റ്സ്ബർഗൻ എന്ന് പറയുന്നത്. സ്പിറ്റ്സ്ബർഗനിൽ വരുന്ന ഒരു സെറ്റിൽമെൻ്റാണ് ലോങ്ങിയർബെൻ. അപ്പം നമ്മൾ സ്വാൽബാർഡിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ലോങ്ങിയർബെനിലേക്കാണ് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ മാർച്ച് 28, 2024 ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ജർമ്മനിയിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്ത് ഉള്ള നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് ഡസൽഡോഫാണ്. അപ്പം ഡസൽഡോഫിൽ നിന്ന് ജർമ്മനിയിലുള്ള തന്നെ മ്യൂണിക്ക് വഴി നോർവേയിലെ ഓസ്ലോയിൽ നിന്ന് സ്വാൽബാർഡിലെ ലോങ്ങിയർബെൻ, അതാണ് ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂള്. അപ്പം മാർച്ച് 28 ഉച്ചയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡസൽഡോഫിൽ നിന്ന്. ഏകദേശം ഒരു 1-1:30 ആ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം 3 മണിക്കൂർ മുന്നേ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ടാക്സി ബുക്ക് ചെയ്യുന്നു. ടാക്സി ബുക്ക് ചെയ്ത് ഡസൽഡോഫ് എയർപോർട്ടിലേക്ക് ഞാൻ എത്തണം. എൻ്റെ കയ്യിൽ ക്യാബിൻ ബാഗ്സ് ഉണ്ട്, ചെക്ക് ഇൻ ബാഗും ഉണ്ട്. ഒരു 5-6 ദിവസത്തെ യാത്രയായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ചെക്ക് ഇൻ ബാഗും ഉണ്ട്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. അപ്പം ഞാൻ പോകുന്നത് ഡസൽഡോഫിൽ നിന്ന് ജർമ്മനിയിലുള്ള തന്നെ മ്യൂണിക്കാണ്. അപ്പോൾ ഇതെല്ലാം ഷെങ്കൻ ഏരിയയിൽ വരുന്നതാണ് ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഇമിഗ്രേഷൻ പ്രോസസ്സ് ഒന്നുമില്ല. നമുക്ക് സ്മൂത്തായിട്ട് സെക്യൂരിറ്റി ബാഗ് സ്കാനിങ് ചെക്കെല്ലാം കഴിഞ്ഞ് നമുക്ക് സ്മൂത്തായിട്ട് കയറിപ്പോവാം. അപ്പം മാക്സിമം ട്രാവലിൽ നമ്മൾ ഫുഡിനുള്ള എക്സ്പെൻസ് കുറയ്ക്കാൻ നോക്കുന്നതുകൊണ്ട് തന്നെ ലഞ്ചും ഞാൻ പാക്ക് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കൊണ്ടുപോയ ലഞ്ചാണ് എയർപോർട്ടിലിരുന്ന് കഴിച്ചു. ഫ്ലൈറ്റ് കയറി. ഒരു 1:30 എന്തോ ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അവിടുന്ന് മ്യൂണിക്കിൽ ഒരു അപ്രോക്സിമേറ്റ് 1 hour മാത്രമേ ഉള്ളൂ മ്യൂണിക്കിലേക്ക് ഫ്ലൈയിങ് ടൈം. മ്യൂണിക്കിലെത്തി. അത് കഴിഞ്ഞ് മ്യൂണിക്കിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് ഓസ്ലോയിലേക്കാണ്. അപ്പോൾ ഈ എയർലൈൻ ഞാൻ പോകുന്നത് ലുഫ്താൻസയാണ്. എനിക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടിയത് ലുഫ്താൻസ എയർലൈൻസിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഓസ്ലോയിൽ ഒരു ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ലാൻഡ് ചെയ്തു. അപ്പോൾ ഓസ്ലോയിൽ ഇറങ്ങി. ഓസ്ലോ ഒരു വലിയ എയർപോർട്ടാണ്, അത്യാവശ്യം വലിയ എയർപോർട്ടാണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിന്നില്ല, കാരണം ഞാൻ മുന്നേ ഓസ്ലോ പോയിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് സ്വാൽബാർഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ടയേർഡ് ആക്കാനും അങ്ങനെയൊന്നും നിന്നില്ല. എയർപോർട്ടിന് ഓപ്പോസിറ്റുള്ള ഒരു റാഡിസൺ ബ്ലൂ ഹോട്ടലുണ്ട്, അവിടെയാണ് ഞാൻ എൻ്റെ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരുന്നത്. അവിടേക്ക് പോയി. അന്ന് നൈറ്റ് സെറ്റായി. പിറ്റേന്ന് രാവിലെ ഒരു 29th ഒരു 9:30 എൻ്റെ ഫ്ലൈറ്റ്. അപ്പം ഹോട്ടലിൽ തന്നെ നമുക്ക് അക്കോമഡേഷൻ ബുക്ക് ചെയ്യുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഏകദേശം ഒരു 2.5 മണിക്കൂറിന് മുന്നേ ഞാൻ എയർപോർട്ടിലെത്തുന്നു. എനിക്ക് ബാഗ് ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാൻ ബാഗ് ചെക്ക് ഇൻ ചെയ്യാൻ കൊടുത്തു. ആസ് യൂഷ്വൽ പ്രോസസ്സിലൂടെ ബാഗ് സ്കാനിങ്, സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നോർവേയുടെ കൺട്രോളിലാണ് സ്വാൽബാർഡെങ്കിലും ഈ സ്വാൽബാർഡ് ഒരു ഷെങ്കൻ ഏരിയയിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓസ്ലോയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇമിഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇമിഗ്രേഷൻ അവർ സാധാരണ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ചോദിക്കും. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നുമില്ല. എങ്ങോട്ട് പോകുന്നു, അത് കഴിഞ്ഞ് അവരൊരു സ്റ്റാമ്പ് അടിച്ച് തരും. അങ്ങനെ ഇമിഗ്രേഷനും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ്. ഇനിയുള്ളത് ഏകദേശം ഒരു 3 മണിക്കൂർ ഫ്ലൈറ്റാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ സാധാരണ ഞാൻ ഉറങ്ങും. ഞാനൊരു ടാബ്ലറ്റ് കഴിക്കും, വോമിറ്റിംഗ് ഇതുള്ളത് കൊണ്ട്. അപ്പം ഞാൻ ഉറങ്ങാൻ. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഞാൻ ഉറങ്ങരുതേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓസ്ലോയിൽ നിന്ന് സ്വാൽബാർഡിലേക്ക് പോകുന്ന യാത്ര എന്ന് പറയുന്നത് വളരെ അമേസിംഗ് ആയിട്ടുള്ള വ്യൂ ആണ്. ഭയങ്കര സ്പെക്ടാക്കുലർ ആയിട്ടുള്ള വ്യൂസാണ്. മൗണ്ടൻസിൻ്റെ ഒക്കെ കുറേ സ്നോ കവേർഡ് മൗണ്ടൻസ് നമുക്ക് കിട്ടും, പ്രത്യേകിച്ച് ഈ സ്വാൽബാർഡിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ വിൻഡോ സീറ്റ് തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്ലൈറ്റിൽ കൂടുതലും ടൂറിസ്റ്റ് എന്നുള്ളതിലുപരി കൂടുതലും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും എക്സ്പ്ലോറേഴ്സും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ അടുത്തിരുന്ന ഒരു ലേഡിയും ആ ഒരു ഗ്രൂപ്പിലാണ് ഉണ്ടായിരുന്നത്. അവർ എക്സ്പെഡിഷന് വന്നൊരു ഗ്രൂപ്പായിരുന്നു. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചു. വിൻഡോ സീറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ലോങ്ങിയർബെൻ എത്തുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല ഭാഗ്യത്തിന്. അങ്ങനെ എനിക്ക് ആ വ്യൂസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ആ മൗണ്ടൻസിലൂടെ നല്ല റൗണ്ട് അടിച്ചിട്ടാണ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന മൊത്തം വീഡിയോസൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഒരു ചെറിയ എയർപോർട്ടാണ്, വളരെ ചെറിയ എയർപോർട്ടാണ്. ജസ്റ്റ് ഒരു ചെറിയ ഫ്ലൈറ്റും, നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നു, നേരെ എയർപോർട്ടിലേക്ക് കയറുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് ഇമിഗ്രേഷനും ഒന്നും ഒരു ഫോർമാലിറ്റീസും ഇല്ല. നമ്മൾ ബാഗ് എടുക്കും,
ബാഗ് എടുത്ത് പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ ബാഗ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, കാരണം ഈ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു ബാഗ് എടുക്കാനുള്ള ഒരു ടൈം നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ക്രൗഡഡ് ആയിരുന്നു. കാരണം ഈ ക്രൗഡ് കൂടുതലും ഞാൻ പറഞ്ഞ പോലെ ഒരു നോർമൽ ടൂറിസ്റ്റിലുപരി ഫോട്ടോഗ്രാഫേഴ്സും എക്സ്പെഡിഷന് വന്ന ആൾക്കാരുമാണ്. അങ്ങനെ കുറച്ച് പേരോടൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം നല്ല തണുപ്പ്, ഏകദേശം -22 -24 ആണ് ഞാൻ അപ്പം വെതർ ആപ്പ് നോക്കുമ്പോൾ കാണുന്നത്. അപ്പം ഞാൻ ആ സമയം എൻ്റെ ലെയേഴ്സും കുറവായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ഓസ്ലോയിൽ നിന്ന് വന്ന് ജസ്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കിയൊക്കെ ചെയ്യാം. പക്ഷെ നല്ല തണുപ്പ് ഞാനപ്പം എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പം അവിടെ ഒരു സൈൻ പോസ്റ്റ് ഉണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മെയിൻലാൻഡ് നോർവേയുടെയും നോർത്ത് പോളിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ആർക്കിപ്പലാഗോ ആണിത് സ്വാൽബാർഡ്. അപ്പോൾ ഈ നോർത്ത് പോളിൻ്റെ അടുത്തുള്ള ദൂരം അവിടെ എഴുതി വെച്ചിരിക്കുന്ന മറ്റേത് സിറ്റിയേക്കാളും ഏറ്റവും കുറവ് ഇതാണ്. 1300 കിലോമീറ്ററാണ് നോർത്ത് പോളിലേക്ക്. ഇപ്പോൾ നോർത്ത് പോൾ എക്സ്പെഡിഷൻ നടക്കുന്നതും ഈ ലോങ്ങിയർബേ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നാണ്. ഇവിടുന്ന് ക്രൂയിസ് ഉണ്ടാവും. ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്താണ് ക്രൂയിസ് ഉണ്ടാവുക. ലോങ്ങിയർബേനിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. നോർവേയിൽ നിന്ന് ലോങ്ങിയർബേനിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് ഈ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നോർത്ത് പോൾ എക്സ്പെഡിഷൻ നടക്കുന്നത്. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത. അത്രയും നോർത്ത് പോളിന് ക്ലോസ് ആയിട്ടുള്ളൊരു റീജിയനാണിത്. അപ്പോൾ ആ ഒരു സൈൻ പോസ്റ്റൊക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് വെച്ചാൽ ഈ ബാഗ് ഒന്ന് കൊണ്ട് ഹോട്ടലിൽ വെക്കണം, ചെക്ക് ഇൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. എൻ്റെ ടൂർ ഇന്ന് തന്നെ വൈകുന്നേരം തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നെക്സ്റ്റ് എനിക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഈ ബാഗ് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടാക്സിയിൽ പോവാം, അല്ലെങ്കിൽ ബസ്സുണ്ട്. ഫ്രീ ഷട്ടിൽ സർവീസൊന്നുമല്ല, പെയ്ഡാണ്. അപ്പോൾ ഞാൻ ബസ് തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു. ടാക്സിയേക്കാളും കുറച്ചും കൂടെ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ബസ് തന്നെ ചൂസ് ചെയ്തു. ബസ്സിൽ കയറി. ഇപ്പോൾ ഈ ബസ്സിൽ നിന്ന് നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്ന ഒരു 5 to 10 minutes അത്രയേ ഉള്ളൂ ജേർണി. പക്ഷെ ആ ഒരു ജേർണിയിൽ നമുക്ക് ആ ഒരു ലോങ്ങിയർബേ എന്ന് പറയുന്ന ആ ഒരു സെറ്റിൽമെൻറ്റ്, ആ ഒരു ചെറിയ ടൗൺ, നമുക്ക് അതിൻ്റെ ഒരു ഫുൾ പിക്ചർ നമുക്ക് കിട്ടും. ഫസ്റ്റ് നമ്മുടെ കണ്ണിൽ ആദ്യം കാണുന്നത് ഫുള്ള് മഞ്ഞാണ്. മഞ്ഞ് മാത്രമേ ഉള്ളൂ, മരങ്ങളൊന്നുമില്ല. കുറേ ബിൽഡിങ്സ് ഉണ്ടാവും, കുറച്ച് കാറും ഒരു പ്രത്യേകതരം വണ്ടികളാണ് സ്നോ മൊബൈൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു ജേർണിയിൽ തന്നെ നമുക്ക് ആ ഒരു സിറ്റി എന്താണ്, ആ ഒരു ടൗൺ എന്താണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം ഇവിടുത്തെ വീടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ വീടുകൾ നിൽക്കുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ ഒരു പെർമാഫ്രോസ്റ്റ് ആണ്. അപ്പം അതിലൊരു വീട് സ്ട്രക്ചർ ചെയ്യാൻ പാടാണ്. അപ്പം അതുകൊണ്ടാണ് പില്ലേഴ്സിലാണ് ഈ വീട് നിൽക്കുന്നത്. പില്ലേഴ്സ് വെച്ചിട്ട് അതിലാണ്. പക്ഷേ ഈ പില്ലേഴ്സിൻ്റെ അടിയിലൊക്കെ ഫുള്ള് സ്നോ ആണ്, നമുക്ക് ആ പില്ലറൊന്നും കാണാൻ പറ്റില്ല. ചെറിയ ചെറിയ വീടുകളാണ്, പല കളർഫുള്ളാണ്, നമുക്ക് പല കളറിൽ കാണാൻ പറ്റും. ഓറഞ്ച്, യെല്ലോ, അങ്ങനെ പല കളറിലാണ് ആ വീടുകൾ കാണുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇവിടുത്തെ ഓരോ ആൾക്കാരുടെയും വീട്ടിൽ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാർ ഉള്ളതുപോലെ അവിടുത്തെ ഓരോ റെസിഡൻസിനും ഒരു സ്നോ മൊബൈൽ ഉണ്ടാവും. സ്നോ മൊബൈൽ എന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ ഒരു ലാർജർ വേർഷൻ, പക്ഷെ അത് സ്നോയിലൂടെ പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതായത് അതിൻ്റെ താഴെ സാധാരണ വീലിന് പകരം ഒരു ചെയിൻ പോലത്തെ ഒരു സെറ്റപ്പാണ്. അതിൻ്റെ ബാക്കിൽ 2 പേർക്ക് മാക്സിമം പോകാൻ പറ്റും. അതിൻ്റെ ബാക്കിൽ നമുക്ക് ലഗേജും മാക്സിമം വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അവിടെയുള്ള ആൾക്കാർ, അവർക്ക് എന്തുകൊണ്ടാണ് ഈ സ്നോ മൊബൈൽ വേണ്ടതെന്ന് വെച്ചാൽ, ഈ ലോങ്ങിയർബേനിൽ താമസിക്കുന്ന ഓരോ റെസിഡൻസിനും മെജോറിറ്റി ആൾക്കാർക്കും അവർക്ക് ഔട്ട്സ്കേർട്സിൽ, അതായത് ഈ ആർട്ടിക് വൈൽഡർനെസ്സിൽ ഒരു ക്യാബിൻ ഉണ്ടാവും. ആർട്ടിക് വൈൽഡർനെസ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാൽബാർഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്, വലിയൊരു ഐലൻഡാണ്. അതിലെ ഒരു ഐലൻഡിനകത്ത് വരുന്ന, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണത്. അതിലൊരു ചെറിയ ഐലൻഡിൽ വരുന്ന ഒരു ചെറിയ സെറ്റിൽമെൻ്റ് ആണ് ഈ ലോങ്ങിയർബേൻ. പക്ഷേ ഇതിന് പുറത്തോട്ട്
പണ്ട് കോൾ മൈനിങ്ങിനും റിസർച്ചിനും ഇപ്പോഴും റിസർച്ചുണ്ട്, ഇപ്പോഴും ചില മൈൻസ് ആക്റ്റീവാണ്. പക്ഷേ 1970s-ലും 1980s-ലും ടൂറിസം ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ മൈനിങ് ആയിരുന്നു ഇവരുടെ ഒരു മെയിൻ ഒരു സോഴ്സ് ഓഫ് ഇൻകം, അല്ലെങ്കിൽ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയ ചെറിയ ക്യാബിൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ ക്യാബിൻസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വുഡൻ ഹൗസസ് ആണ്. അതിലങ്ങനെ പ്രത്യേകിച്ച് വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു മഞ്ഞ് അത്രയും സമ്മർ അല്ലെങ്കിൽ വിൻ്റർ ഒരു സമയത്ത് ഈ റിസർച്ചേഴ്സും മൈനേഴ്സൊക്കെ താമസിക്കാൻ പറ്റിയ, ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു ഹട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് പിന്നീട് ഈ നോർവേ ഗവൺമെൻറ് അവിടുത്തെ റെസിഡൻസിന് വാങ്ങാം, നമുക്ക് വേണമെങ്കിൽ വാങ്ങാം എന്നുള്ള ഒരു ഇത് കൊടുത്തു. അങ്ങനെ മിക്ക റെസിഡൻസും അത് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നീട് അത് പല ഗൈഡിനോടും ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ വിൻ്ററിലും അല്ലെങ്കിൽ സമ്മറിൽ ക്രൂയിസിലാണ് അവർക്ക് ഈ ക്യാബിൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ. വിൻ്ററിലാണെങ്കിൽ സ്നോ മൊബൈലിൽ മാത്രമേ അവർക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം അത്രയും ഐസ് നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ക്രൂയിസും ആക്സസിബിൾ ആയിരിക്കില്ല. ഒരു സെറ്റിൽമെൻറ്റിൽ നിന്ന് അതിൻ്റെ പുറത്തോട്ട് പോകണമെങ്കിൽ ഒരു ബോട്ടിലോ ക്രൂയിസിലോ പോകാൻ പറ്റില്ല. കാരണം അത്രയും കട്ടിക്കാണ് ഐസ് കിടക്കുക. അപ്പോൾ ആകെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ സ്നോ മൊബൈൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും സ്നോ മൊബൈൽസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ബസ്സിൽ പോകുമ്പം നമ്മുടെ ബസ്സിനോടൊപ്പം തന്നെ ഒരുപാട് സ്നോ മൊബൈൽസ് ഇങ്ങനെ പോകുന്ന കാണാം. ആ ഒരു ചെറിയൊരു 10 minutes ബസ് യാത്ര കഴിഞ്ഞ് അവർ നമ്മളെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും. പല പല ഹോട്ടൽസിലായിരിക്കും, ഇത് ഓരോരുത്തർക്കും നിർത്തും. അപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന റാഡിസൺ ബ്ലൂ ഹോട്ടലിലായിരുന്നു. അപ്പോൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്തു. ഞാനും വേറെ കുറച്ച് യാത്രികരും ഉണ്ടായിരുന്നു. അവിടുന്ന് ബാഗ് എടുത്ത് ഹോട്ടലിലേക്ക് കയറുകയാണ്. ഹോട്ടൽ എന്ന് പറയുന്നതും നമ്മൾ സാധാരണ ഒരു സിറ്റിയിൽ കാണുന്ന ഒരു ഹോട്ടൽ അല്ല. അതും നമുക്ക് കാണുമ്പോൾ ഒരു തടി കൊണ്ട് നിർമ്മിച്ച ഒരു ക്യാബിൻ സ്ട്രക്ചറിൻ്റെ ഒരു ക്യാബിൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ആ ഒരു ക്യാബിൻ അല്ലെങ്കിൽ ആ ഒരു ഹട്ടിനേക്കാൾ കുറച്ചുകൂടി വലുതാണെന്ന് തോന്നുന്ന രീതിയിൽ മാത്രമാണ് ആ ഹോട്ടലിൻ്റെ ഒരു ലുക്ക് നമുക്ക് കാണുന്നത്. അങ്ങനെ ആ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോളാർ ബെയറിൻ്റെ സ്റ്റാച്യു ഉണ്ട്. മനുഷ്യരെക്കാൾ കൂടുതൽ നേച്ചറാണ് അവിടെ ഇമ്പോർട്ടൻസ്. അവിടുത്തെ ആർട്ടിക് വൈൽഡ് ലൈഫിനാണ് അവിടുത്തെ പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും ഒരു പോളാർ ബെയറിനെ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു വൈൽഡ് ലൈഫിൻ്റെ ഫോട്ടോസോ സ്റ്റാച്യൂസോ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഈ ഒരു പോളാർ ബെയറിൻ്റെ അവിടെ ഒരു നോട്ട് ഉണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 400 കിലോയ്ക്ക് മേലെ ഭാരം വരുന്ന ഒരു പോളാർ ബെയർ ആയിരുന്നു. പക്ഷെ അതിന് എന്തോ അസുഖം ഉണ്ടായിരുന്നത് കൊണ്ട് ഏകദേശം ഒരു 300-350 കിലോ, അതായത് അതിന് വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു. അങ്ങനെ അതിന് അസുഖം വരുന്നുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ പോളാർ ബെയറിനെ ഒരാൾ അവിടെ അതിനെ വെടിവെച്ചിടുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു റിമംബറൻസിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടൊക്കെ അതിൽ ഉണ്ടായിരുന്നു, പോളാർ ബെയറിൻ്റെ ആ ഒരു നോട്ട്. അത് കഴിഞ്ഞ് ബാഗ് കൊടുത്തു. ഒരു ചെറിയ റൂമാണ് ഹോട്ടലിൽ ചെയ്തു. റൂം ചെക്ക് ഇൻ ചെയ്തു, ബാഗൊക്കെ വെച്ചു. അപ്പോൾ എൻ്റെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് 6 മണിയാണ് എൻ്റെ ഫസ്റ്റ് ഡേയിലെ ടൂർ. അപ്പോൾ അതിന് മുന്നേ എനിക്ക് റെഡി ആവണം, ഭക്ഷണം കഴിക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ ബാഗ് ജസ്റ്റ് വെച്ചു, ഒന്ന് ഫ്രഷായി പുറത്തോട്ടിറങ്ങി ടൗണിലോട്ട് നടക്കും. ടൗൺ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു 2500-3000 താഴെ ആൾക്കാരേ ഉള്ളൂ. ആ ആൾക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. ഷോപ്പിംഗ് മോളും ഒരു എമർജൻസി മെഡിക്കൽ സെൻറ്ററും മ്യൂസിയവും യൂണിവേഴ്സിറ്റിയും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഈ വീടുകളൊക്കെ നമുക്ക് റിയലായിട്ട് നമ്മൾ ആ ബസ്സിൽ വന്ന് കണ്ട കാഴ്ചകൾ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ കണ്ണിൽ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. എങ്ങനെയാണ് ആ വീടുകൾ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്, ആ വീടിൻ്റെ സ്ട്രക്ചർ എന്താണ്, ആ വീടിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നൊക്കെയുള്ള തോട്ട് പ്രോസസ്സ് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ജർമ്മനിയിൽ താമസിക്കുമ്പോൾ നാട്ടിൽ ഞാൻ നിന്ന ഒരു വീടല്ല നമ്മൾ ജർമ്മനിയിൽ നിൽക്കുമ്പോൾ. ആ വീടിൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. കാരണം തണുപ്പ് കൂടുതലാകുമ്പം ആ തണുപ്പിനനുസരിച്ചുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് ആ വീടിന് വരും. അതിലും തണുപ്പാണ് ഈ സ്ഥലം. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള നമുക്ക് കയറി കാണാനൊന്നും പറ്റില്ല, ഓരോരുത്തരുടെയും വീടാണ്. അപ്പോൾ അങ്ങനെ നടന്നു. ആ ദിവസത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അന്ന് ഈസ്റ്റർ ആയിരുന്നു, ഈസ്റ്റർ ഹോളിഡേ, അതായത് ആ ഫ്രൈഡേ ആയിരുന്നു, ഗുഡ് ഫ്രൈഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക ഷോപ്സും ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര കാമായിരുന്നു. ഞാൻ ആ സ്ട്രീറ്റിലൂടെ നടക്കുമ്പം തിരക്കൊന്നുമില്ല, ഒട്ടും ക്രൗഡഡ് അല്ല. നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയ ഒരു ഫീലും
നമുക്കവിടെ കിട്ടില്ല. ഭയങ്കര കാമായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ നേച്ചർ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം എൻ്റെ കണ്ണിൽ കാണുന്നത് മുഴുവൻ മഞ്ഞാണ്, വെള്ള മാത്രമാണ്. പിന്നെ കുറച്ച് ബിൽഡിങ്സും, പിന്നെ ഈ സ്നോ മൊബൈൽസും, വേറെ ഒന്നുമില്ല, ഒരു മരങ്ങളും ഇല്ല. കാരണം പെർമാഫ്രോസ്റ്റ് ആയതുകൊണ്ട് തന്നെ മരങ്ങളൊന്നും അവിടെ നിൽക്കില്ല. അപ്പോൾ അതാണ് എൻ്റെ കണ്ണിൽ കാണുന്ന ഈ ടൗണിലൂടെ നടക്കുമ്പോൾ ഉള്ള കാഴ്ചകൾ. അങ്ങനെ ഞാൻ നടന്ന് ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ടായിരുന്നു, അതിലെ മിക്ക കടകളും ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു തായ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ തായ് എന്നുള്ള ആൾക്കാരാണ് അവിടെ നിന്ന് ആ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അതായത് തായ്ലൻഡിൽ നിന്ന് ഇത്ര ദൂരം ഈ ഒരു ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്ത് അവർ വർഷങ്ങളോളം അവിടെ താമസിക്കുകയാണ്. അപ്പം ഞാൻ അവരോടത്ത് ചോദിച്ചു എത്ര വർഷമായി എന്നൊക്കെ ചോദിച്ചു. അവർ വന്നിട്ട് ഏകദേശം ഒരു 10 വർഷമൊക്കെ ആയി എന്ന് പറഞ്ഞു. അപ്പം അവരവിടെ ആ ഒരു നേച്ചറുമായിട്ട് സിങ്ക് ചെയ്ത് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അവിടുന്ന് ലഞ്ച് കഴിച്ചു, ഒരു റൈസും ഒരു കറിയും ഒരു ലഞ്ച് കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഷോപ്സ് ഒന്നും അധികമൊന്നും ഇല്ല, ഒരു 1-2 സോവനിയർ ഷോപ്സ് ഓപ്പൺ ആയിരുന്നു. എനിക്ക് ആ സമയം സൊവനീർ വാങ്ങണം എന്നുള്ള പ്ലാൻ ഒന്നുമില്ല, കാരണം എനിക്ക് ടൂർ എടുക്കണം, പിന്നെ എനിക്കൊരു ഡേ ഉണ്ട് ഞാൻ ആ ഒരു ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടു, കടകളിലൊക്കെ ഒന്ന് കയറി, ഓപ്പൺ ആയിട്ടുള്ള കടകളിലൊക്കെ ഞാനൊന്ന് കയറി ആ ടൗൺ ഒന്ന് നടന്ന് കണ്ടു. അങ്ങനെ ഞാൻ നടക്കുമ്പം അവിടെ ഒരു ലേഡി ഈ സ്നോ മൊബൈലിൽ ഇങ്ങനെ കുറേ ബാഗൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ക്യാബിനിൽ നിന്ന് അവരുടെ പേരൻസ് ആയിരിക്കാം, അറിയില്ല, കുറച്ച് ആൾക്കാർ കൊണ്ടുവന്ന് ഇങ്ങനെ ബാഗ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ അവിടുന്ന് വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് അവർ ഈ സ്നോ മൊബൈൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ബാഗ് എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നു, ഇവർ സെറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ വളരെ കൗതുകത്തോടെ ഇങ്ങനെ അത് കണ്ടു, അത് ക്യാപ്ചർ ചെയ്തു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു എവിടെ പോകാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ നേരത്തെ ബസ്സിൽ പോയപ്പം ഞാൻ പറഞ്ഞ അതേ കഥ, അതായത് അവരുടെ ക്യാബിനിലേക്ക് പോവുകയാണ്. അവർ കുറച്ച് നാൾ അവിടെ വെക്കേഷനും പോവുകയാണ്, വിൻ്ററാണ്. അപ്പോൾ അവർക്ക് അവിടെ പോകാൻ പറ്റുന്നത് സ്നോ മൊബൈലിൽ മാത്രമാണ്. അപ്പോൾ അവർ ആ കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളും ഡ്രസ്സും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ട് അവരവരുടെ ക്യാബിനിലേക്ക് പോവുകയാണ് വിത്ത് ഫാമിലി. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര ദിവസത്തിന് പോകും. അപ്പോൾ അതവർ പ്ലാൻഡ് അല്ല, ഏകദേശം ഒരു 3-4 ദിവസം, ചിലപ്പോൾ അതിൽ കൂടിയേക്കാം, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അത് വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അവർ പോകുമ്പം അവരുടെ കയ്യിൽ മസ്റ്റായിട്ട് 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന് ഒരു ഗൺ, ഒരു റൈഫിൾ ഉണ്ടാവും. അതും ഞാൻ നേരത്തെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ വായിച്ചിരുന്നു സ്വാൽബാർഡിൽ ഈ ഒരു റൈഫിളിൻ്റെ സ്റ്റോറി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ആൾക്കാർക്ക് ഗണ്ണ് അവർ ക്യാരി ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുണ്ടാവും. പിന്നെ ഒരു സാറ്റലൈറ്റ് ഫോണും ഉണ്ടാവും. കാരണം ഈ ലോങ്ങിയർ ബെൻ എന്ന് പറയുന്ന ആ ഒരു സെറ്റിൽമെൻറ്റ് വിട്ട് കഴിഞ്ഞാൽ നെറ്റ്വർക്കും കാര്യങ്ങളൊന്നുമില്ല. സാറ്റലൈറ്റ് ഫോണാണ് അവരുടെ ആകെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 അവർക്ക് മസ്റ്റായിട്ടുണ്ടാവും. സേഫ്റ്റി, സെക്യൂരിറ്റി റീസൺസിനാണ് ഇത് 2 കൊണ്ടുവന്നത്. ഇനി റൈഫിൾ എന്തിനാണെന്നുള്ളൊരു കഥ. അതായത് ഞാൻ പറഞ്ഞതുപോലെ സ്വാൽബാർഡിൽ മനുഷ്യരാകെ ഒരു 3000-ന് താഴെയുള്ളൂ. അതിൽ കൂടുതൽ അവിടെ പോളാർ ബെയർ ഉണ്ട്. ഈ പോളാർ ബെയർ അവരുടെ നാടാണ് സ്വാൽബാർഡ്. എപ്പോൾ വേണമെങ്കിലും ഈ മനുഷ്യർ ഈ പോളാർ ബെയറിനെ എൻകൗണ്ടർ ചെയ്തേക്കാം, എപ്പോൾ വേണമെങ്കിലും. അത് ഈ പോളാർ ബെയർ ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഈ പോളാർ ബെയർ അവിടെ എപ്പോൾ വേണമെങ്കിലും വരാം. അതിനൊരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അതിനൊരു ബോർഡർ തിരിച്ചിട്ടില്ല. അപ്പോൾ അവിടെ മനുഷ്യന് മാത്രമേ പ്രിക്കോഷൻ എടുക്കാൻ പറ്റുള്ളൂ, വേറെ നമുക്കൊന്നും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ലോങ്ങിയർ ബെൻ എന്ന് പറയുന്ന ടൗണിലും വന്നേക്കാം, പക്ഷേ ഈ ടൗണിൻ്റെ 4 ചുവരിലും ഓരോ സൈൻ പോസ്റ്റ് വെച്ചിട്ടുണ്ട്. പോളാർ ബെയറിൻ്റെ സൈനിൽ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ സോൺ, ആ 4 കോർണറിലെ സോൺ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ റൈഫിൾ ക്യാരി ചെയ്തിരിക്കണം. അത് മസ്റ്റാണ്, അത് അവിടുത്തെ റൂളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത് ക്യാരി ചെയ്യുന്നത്. അത് ഞാൻ ഇവിടെ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ വായിച്ചിരുന്നു, ഇങ്ങനെയാണ് അവിടുത്തെ ആ റെസിഡൻസിന് വേണ്ടതെന്നുള്ളത്. പക്ഷേ അത് ഞാൻ ലൈവായിട്ട് കാണുകയാണ്. അവരവരുടെ ക്യാബിനിലേക്ക് പോകുന്നതും അവർ ഈ സാറ്റലൈറ്റ് ഫോണും റൈഫിളും കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചത് ഞാൻ അത് നേരിട്ട് കാണുകയാണ്. ഇനി ഞാൻ വായിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ജനുവരി ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് ഈ സ്ഥലത്തെ പറ്റി ഞാൻ വായിച്ചല്ലോ, കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ ഗ്യാദർ ചെയ്തല്ലോ. ആ സമയത്ത് ഞാൻ ഒരു ബുക്ക് വാങ്ങി. എനിക്ക് ഇതുപോലെ നെറ്റിൽ നിന്ന് അവരുടെ സൈറ്റിൽ നിന്ന് റെക്കമെൻഡേഷനിൽ വന്നൊരു ബുക്കാണ് ക്രിസ്റ്റ്യൻ റിട്ടറിൻ്റെ ഒരു എ വുമൺ ഇൻ ദ പോളാർ നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. ആ ബുക്കിൽ, അതായത് ആ ലേഡി ഒരു ഓസ്ട്രിയൻ പെയിൻറ്ററാണ്. പുള്ളിക്കാരി അവരുടെ ഹസ്ബൻഡ് ഈ സ്വാൽബാർഡിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹസ്ബൻഡിനോടൊത്ത്
ഒരു 1 year അവിടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച കഥയാണ് ഈ ബുക്കിലുള്ളത്. അപ്പോൾ ആ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടുത്തെ ക്ലൈമറ്റ് എന്തായിരുന്നു എന്നും, അവർ ഈ ക്യാബിനിലേക്ക് പോകുമ്പോൾ ക്യാബിൻ എന്തായിരുന്നു എന്നും, ക്യാബിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തായിരുന്നു, ആ ബുക്കിലൂടെ എനിക്കൊരു പിക്ചറൈസേഷൻ കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവിടെ ഈ ക്യാബിൻസ് ഉണ്ടെന്നും ഈ കോൾ മൈനിങ്ങിന് വന്ന കുറേ ആൾക്കാരുണ്ടെന്നും അവർ ബിൽഡ് ചെയ്തെടുത്ത ഈ കാര്യങ്ങളും ഇതൊക്കെ ഞാൻ അറിയുന്നത്. ആ വായിച്ച കാര്യങ്ങൾ ഞാൻ അന്ന് ആ ടൗണിലൂടെ നടക്കുമ്പോൾ ഈ ഒരു ലേഡിയെ കണ്ടപ്പോൾ അവരതേ കാര്യം ചെയ്യുമ്പോൾ അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുന്നൊരു കാര്യം ഇന്നും അവിടെ ആൾക്കാർ ഈ ക്യാബിൻസിൽ, അതായത് പണ്ടുണ്ടാക്കി വെച്ച ആ ക്യാബിൻസിൽ ഇന്നും അവരുടെ വെക്കേഷൻസ്, അന്നത് റിസർച്ചിന് വേണ്ടിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഹണ്ടിങ്ങിന് വേണ്ടിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മൈനിങ്ങിന് വേണ്ടിയായിരുന്നെങ്കിൽ, ഇന്ന് അവരുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനായിട്ടാണ് അവർ ആ ക്യാബിൻസ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ അവർ പോകുന്ന ഒരു കഥ ഞാൻ അവരിൽ നിന്ന് കേട്ട് ഞാൻ അങ്ങനെ നടക്കുകയാണ്.